പാർട്ടിയെ നേതാക്കൾ ശരിയായ വഴിക്ക് നയിച്ചില്ലെങ്കിൽ സഖാക്കൾ പാർട്ടിയെ ശരിയായ വഴിക്ക് നയിക്കും. അതാണ് കേരളത്തിൽ സംഭവിച്ചത്. CPM-ൻ്റെ ഉരുക്കുദുർഗങ്ങൾ പലതും തകർന്ന് തരിപ്പണമായി മാറി. CPM-നെ വിറപ്പിച്ച 3 വിമതന്മാരെ പാർട്ടി വിജയിപ്പിച്ചത് ശ്രദ്ധേയം. പാർട്ടിയുടെ ഉരുക്കുകോട്ടകളിൽ ഈ വിമതന്മാർ നേടിയ വിജയം ശ്രദ്ധേയമായി മാറി. പയ്യന്നൂരിൽ B. കുഞ്ഞികൃഷ്ണൻ 7487 വോട്ടിന് TI മധുസൂദനനെ പരാജയപ്പെടുത്തി. പാർട്ടിയുടെ MLA ആയിരുന്ന മധുസൂദനെതിരെ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് വിവാദവുമായാണ് B. കുഞ്ഞികൃഷ്ണൻ പുറത്തു വന്നത്. പാർട്ടി അതേപ്പറ്റി അന്വേഷിക്കാതെ കുഞ്ഞികൃഷ്ണനെ പുറത്താക്കി. കുഞ്ഞികൃഷ്ണനെ പുറത്താക്കിയത് പാർട്ടിക്ക് തിരിച്ചടിയായില്ല എന്ന് പാർട്ടി പറഞ്ഞു നടന്നു. കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്നു B. കുഞ്ഞികൃഷ്ണൻ വിമത സ്ഥാനാർത്ഥിയായി UDF സഹായത്തോടെ പയ്യന്നൂരിൽ മത്സരിച്ചു. പാർട്ടി ഗ്രാമമായ പയ്യന്നൂരിൽ, പാർട്ടി ഗ്രാമങ്ങൾ ഏറെയുള്ള പയ്യന്നൂരിൽ B. കുഞ്ഞികൃഷ്ണൻ വിജയിച്ചു. തളിപ്പറമ്പിൽ TK ഗോവിന്ദനാണ് വിമതനായി മാറിയത്. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ TK ഗോവിന്ദൻ വിമതനായി മാറിയത് PK ശ്യാമളയെ MB ഗോവിന്ദൻ മാസ്റ്ററുടെ, സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ മാസ്റ്ററുടെ ഭാര്യയായ PK ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കിയതിലുള്ള പ്രതിഷേധത്താലാണ്. 12056 വോട്ടിന് വിമത സ്ഥാനാർത്ഥിയായ TK ഗോവിന്ദൻ വിജയിച്ചു. പാർട്ടി കോട്ടയായ തളിപ്പറമ്പിൽ നിന്ന് TK ഗോവിന്ദൻ വിജയിച്ചത് പാർട്ടിക്ക് വലിയ തിരിച്ചടി തന്നെയാണ്. പയ്യന്നൂരും തളിപ്പറമ്പും കാലാകാലങ്ങളായി പാർട്ടി കോട്ടയാണ്. ഇളകാത്ത പാർട്ടി ഗ്രാമങ്ങളുള്ള പാർട്ടി കോട്ട. ഈ 2 മണ്ഡലങ്ങളാണ് ഈ വിമതന്മാർ തകർത്ത് തരിപ്പണമാക്കിയത്. B. കുഞ്ഞികൃഷ്ണനും TK ഗോവിന്ദനും അണികളില്ല എന്ന് വിശ്വസിച്ച പാർട്ടി നേതൃത്വത്തിന് പറ്റിയ ഏറ്റവും വലിയ തിരിച്ചടി. B. കുഞ്ഞികൃഷ്ണനും ഗോവിന്ദനും P. ജയരാജൻ്റെ അടുത്ത അനുയായികളായിരുന്നു. P. ജയരാജനെ പാർട്ടി വെട്ടിയെറിഞ്ഞതിൽ ഇരുവരും അസ്വസ്ഥരായിരുന്നു. പാർട്ടി തളിപ്പറമ്പിൽ ശ്യാമള ടീച്ചറെ, ഗോവിന്ദൻ മാസ്റ്ററുടെ ഭാര്യ ശ്യാമള ടീച്ചറെ വിജയിപ്പിക്കാനുള്ള ചുമതല നൽകിയത് P. ജയരാജനാണ് എന്നതും വൈരുദ്ധ്യം. പക്ഷേ P. ജയരാജൻ്റെ കൈകളിൽ കാര്യം നിന്നില്ല. TK ഗോവിന്ദൻ വിജയിച്ചു കയറി. അമ്പലപ്പുഴയിൽ പാർട്ടി നിരന്തരം അവഗണിക്കുന്നു എന്ന് ആരോപണം ഉന്നയിച്ച G. സുധാകരനെ അനുനയിപ്പിക്കാൻ പാർട്ടി നേതൃത്വം ശ്രമിച്ചില്ല. മറിച്ച് അദ്ദേഹത്തെ കൂടുതൽ പ്രകോപിതനാക്കി. അദ്ദേഹം ഒടുവിൽ വിമത സ്ഥാനാർത്ഥിയായി മാറി. കോൺഗ്രസ് അദ്ദേഹത്തെ കൈപിടിച്ചു. കോൺഗ്രസിൻ്റെ കൈപിടിച്ച് G. സുധാകരൻ ജയിച്ചു കയറിയത് 21839 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ. അമ്പലപ്പുഴ എന്ന പാർട്ടിയുടെ ഉരുക്കുകോട്ടയും ഇതോടെ തകർന്നു. G. സുധാകരൻ തൻ്റെ ശിഷ്യനായ H. സലാമിനെയാണ് തോൽപ്പിച്ചത് എന്നതും വൈരുദ്ധ്യം. B. കുഞ്ഞികൃഷ്ണനും TK ഗോവിന്ദനും G. സുധാകരനും സൂചിപ്പിക്കുന്നത് എന്ത്? ഇവരെ പാർട്ടി അണികൾ സ്നേഹിക്കുന്നു. പാർട്ടി വോട്ടുകളാണ് ഇവർക്ക് മറിഞ്ഞത്. പയ്യന്നൂരിലും തളിപ്പറമ്പിലും പരാജയം എന്തെന്ന് അറിയാത്ത CPM-ന് പരാജയം രുചിക്കേണ്ടി വന്നു. ചരിത്രത്തിൽ ആദ്യമായി ചരിത്രം തിരുത്തി എഴുതിയിരിക്കുന്നു B. കുഞ്ഞികൃഷ്ണനും TK ഗോവിന്ദനും. അമ്പലപ്പുഴയിൽ, പാർട്ടിയുടെ ഉരുക്കുകോട്ടയായ അമ്പലപ്പുഴയിൽ G. സുധാകരൻ വലിയ വിജയമാണ് നേടിയത്. അതും 21839 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ. അണികൾ നേതൃത്വത്തെ തിരുത്തുന്ന ഒരു കാലം വരും. നേതൃത്വം വഴിതെറ്റി സഞ്ചരിച്ചാൽ. അതാണ് ഇവിടെ സംഭവിച്ചത്. കണ്ണൂരിലും കാസർഗോഡും കോഴിക്കോടും ഒക്കെ സംഭവിച്ചത്. ഇടതുപക്ഷത്തിൻ്റെ ഉരുക്കുകോട്ടകൾ തകർന്നത്. അപ്രതീക്ഷിതമായ തോൽവി, അനിവാര്യമായ തോൽവി എന്ന് വേണമെങ്കിലും പറയാം. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ആഘാതമാണ് ഇടതുപക്ഷത്തിന് ഏറ്റത്.
ഇനി അതിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാൻ ഒരുപാട് നാളുകൾ വേണ്ടിവരും.